സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ PSC റാങ്ക് പട്ടിക നോക്കുകുത്തിയാക്കി വീണ്ടും കരാർ നിയമനത്തിന് നീക്കം. 505 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ അനുമതി തേടിയുള്ള ഫയൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ പരിഗണനയിൽ എത്തി. PSC റാങ്ക് പട്ടികയിൽ 1000-ലധികം ഉദ്യോഗാർത്ഥികൾ നിയമനം കാത്ത് പുറത്തു നിൽക്കുമ്പോഴാണ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഈ പിൻവാതിൽ നിയമന ശ്രമം. ഇപ്പോൾ നിലവിൽ ഒരു 6 മാസമായിട്ട് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പം വാലിഡാണ്. പക്ഷേ അവർ ഇതുവരെ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരെ തന്നെ പിന്നെയും ഇങ്ങനെ കോൺട്രാക്റ്റ് പുതുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് പഠിച്ചിട്ട് പ്രൈവറ്റിൽ വേറെ ഒരു ഓപ്പർച്യൂണിറ്റിയോ വേറെ ഒന്നുമില്ല. ആകെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ പെർമനൻ്റ് ആയിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ താൽക്കാലിക നിയമനങ്ങളെല്ലാം ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കിട്ടും. ഏകദേശം ഒരു വർഷം തന്നെ ഒരു 3000-ഓളം കുട്ടികൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഈ കോഴ്സ് തന്നെ വെച്ചേക്കുന്നത്? അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനുരു, ഇത്രയധികം വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ നിൽക്കുമ്പോഴാണ് കരാർ അടിസ്ഥാനത്തിൽ വീണ്ടും നിയമനത്തിലേക്ക് കടക്കുന്നത്. അതിന് അനുമതി തേടിയുള്ള ഫയൽ മന്ത്രിയുടെ അടുത്ത് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്താകും ഒരു നടപടി ഉണ്ടാകാൻ സാധ്യത? ഈ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും സ്വാതി, ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ന്യായമാണ്, അത് പരിഗണിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തടക്കം ഒരു ചട്ടവിരുദ്ധമായ നീക്കങ്ങളാണ് ഈ വിഷയത്തിലുണ്ടായത്. അതിൻ്റെ തുടർച്ചയാണ് തദ്ദേശ വകുപ്പിൽ ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2022 സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ നിയമിക്കണമെന്നൊരു തീരുമാനം സർക്കാർ എടുക്കുന്നത്. പക്ഷേ അന്ന് PSC റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പ്രാരംഭ നടപടി എന്നുള്ളോളം 505 ഗ്രാമപഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ഒരു കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഇവരെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് 2023-ലും 2024-ലും 2025-ലുമൊക്കെ ഈ 505 പേർക്കും കരാർ നീട്ടിക്കൊടുത്തു. പക്ഷേ നമ്മൾ കാണേണ്ടത് 2026 ജനുവരി ആകുമ്പോഴേക്കും ജനുവരി 1-ന് PSC റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയാണ് ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ. പക്ഷേ സർക്കാർ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കുന്നതിന് പകരം ബാക്കി 436 പേരെയും കൂടി താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇടത് സർക്കാർ പടിയിറങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ നിയമിച്ച 505 പേർക്കും കൂടി വീണ്ടും കരാർ പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വീണ്ടും സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. അതിവേഗമാണ് ഈ ഫയൽ നീങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ അനുമതി കാത്ത് തദ്ദേശ മന്ത്രിയുടെ മേശപ്പുറത്താണ് ഈ ഫയൽ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗാർത്ഥികൾ വീണ്ടും ഒരു പ്രതിഷേധവുമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തിയിരിക്കുന്നത്, അത് മന്ത്രിയെ സമീപിക്കുന്നത്. പക്ഷേ അവർക്കിപ്പോഴും അനുകൂലമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തീർത്തും സുപ്രീം കോടതിയുടെ നിലവിലെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്തരവുകൾക്ക് വിരുദ്ധമായതാണ്. ഒരു PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് മാത്രമേ ഇത്തരം സ്ഥിര നിയമന പോസ്റ്റുകളിലേക്ക് നിയമനം നടത്താവൂ എന്നുള്ള നിർദ്ദേശം നിലനിൽക്കുകയാണ് ഈ റാങ്ക് ലിസ്റ്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കരാർ നിയമനങ്ങളിലേക്ക് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 14 ജില്ലകളിൽ നിന്നായി 1792 ഉദ്യോഗാർത്ഥികളാണ് ഈ റാങ്ക് പട്ടികയിലുള്ളത്. കേവലം 127 നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് 3 വർഷത്തെ കാലാവധിയുണ്ട്. പക്ഷേ ഇവർക്കിങ്ങനെ ഓരോ വർഷവും നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥി ചോദിക്കുന്നത് പോലെ 3000 പേരാണ് ഓരോ വർഷവും ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നത്. അവരെന്ത് ചെയ്യും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒഴിവുകൾ റിപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒഴിവുകളിൽ ആളില്ല എന്ന് കണ്ടതുകൊണ്ടാണ് PSC റാങ്ക് ലിസ്റ്റ് ഇറക്കിയത്. പക്ഷേ റാങ്ക് ലിസ്റ്റിനെ പോലും മറികടന്നുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു കരാർ നിയമനങ്ങൾക്ക് നീക്കം നടത്തുന്നതെന്ന് വേണം കരുതാൻ സ്വാതി. ശരി അനുരു, എന്തായാലും ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഒരു നടപടി ഉണ്ടാകേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനിവാര്യമാണ്.